വിശ്വമാമാങ്കത്തിന് ഒരു ദിവസം ശേഷിക്കെ അർജന്റീനയോടുള്ള അടങ്ങാത്ത ആരാധന മൂത്ത് സ്വന്തം വീട് വരെ അർജന്റീനയാക്കുന്ന മീനങ്ങാടിയിലെ ഉമ്മറലിയെ പരിചയപ്പെടാം. ഓരോ ലോകകപ്പിനും വീട് പെയിന്റ് ചെയ്ത് ലിറ്റിൽ അർജന്റീനയാക്കി മാറ്റുന്ന ഉമറലിയും സഹോദരനും ഫുട്ബോളിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്ക്. തള്ളിമറിക്കാൻ ഞങ്ങളില്ല, കാരണം ഞങ്ങൾ ലോക ചാമ്പ്യന്മാരാണ്. ഞങ്ങളുടെ കളിക്കാർ കാണിച്ച മാസും നേടിയ നേട്ടവും മറ്റൊരുത്തനും നേടിയിട്ടുമില്ല, കാണിച്ചിട്ടുമില്ല. ബോർഡ് ഡയലോഗും ഗംഭീരമാണ്. മീനങ്ങാടിയിലാണ്. മീനങ്ങാടിയിൽ ഈ ബോർഡ് മാത്രമല്ല, കുറച്ച് ആരാധകരുണ്ട്. ആരാധകരെന്ന് പറഞ്ഞാൽ പോരാ, ഒരു ആരാധകരായ വീട്, ഒരു വീട് തന്നെ അർജന്റീന ആരാധകരായ ഒരു കഥയാണ്. ആ വീട്ടുകാരെ കാണാം. നമ്മുടെ വയനാട്ടുകാരൻ ഉമ്മറലിയുടെ വീടാണിത്. ഇവിടെ ഫുട്ബോളൊക്കെ ഉണ്ട്. ഇക്ക, എങ്ങനെയാണ് ഇത്തവണയും അർജന്റീന കപ്പ് തൂക്കുമെന്ന് ചോദിക്കുന്നില്ല, കപ്പ് കൊടുക്കുന്നില്ല? അതെ അതെ, കൊടുക്കുന്നില്ല തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് ആവേശം? ആവേശം സാറാ. അതെ, സാധാരണ ഈ വീടുകളൊക്കെ ഈ കല്യാണം അങ്ങനത്തെ ഒരു പരിപാടികളൊക്കെ വരുമ്പോഴാണ് വീട്ടിൽ നമ്മൾ പെയിന്റ് അടിക്കുക. ഇത് 4 കൊല്ലം സ്വയം അണിഞ്ഞൊരുങ്ങാൻ പറ്റുന്ന ഒരു ഭാഗ്യം ഈ വീടിന്. അതെ അതെ, കറക്റ്റ്. അത് ഫുട്ബോളിനോട് ഇഷ്ടം കൊണ്ടാ. അതെ അതെ അതെ. അപ്പം ചേട്ടൻ പഴയ വയനാട്ടിലെ എണ്ണം പറഞ്ഞ കളിക്കാരനാണോ കേട്ടെ? അതെ, കളിച്ചിരുന്നു. ഇക്ക, എന്താണ് അർജന്റീന ഇത്തവണ തൂക്കുമെന്നുള്ളത് ഉറപ്പിച്ചല്ലോ? തൂക്കണം. പക്ഷെ നമുക്കൊക്കെ ഉള്ളതെന്ന് വെച്ചാല് മൊത്തത്തിൽ എല്ലാവരും കളിക്കുന്നത് ജയിക്കാനാണല്ലോ. ആ ഒരു സന്ദേശം കൂടി പറയുന്നുണ്ട്. പക്ഷെ കളിയിൽ വെച്ച് വരുന്ന ടീമാണല്ലോ കപ്പടിക്കുക. അതിന് താല്പര്യം നമ്മളെ അർജന്റീന പ്രാവശ്യം കൂടി കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പം ഉമ്മർക്കയുടെ പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത്, ഇതിനൊക്കെ എല്ലാവിധ പ്രോത്സാഹനമൊക്കെ നൽകിയത് നമ്മളൊരു ഉമ്മ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിന് ഇവിടെ ഉണ്ടായിരുന്നു. ആ ദുഃഖം കൂടി ഈ ലോകകപ്പിന് നമ്മുടെ കൂടെ ഇല്ല. ഇവിടെ വരുന്നവർക്ക് ചായയും വെള്ളവും ഒക്കെ കൊടുത്ത് നമ്മളെല്ലാവിധ സഹായ സഹകരണം. ഇപ്പോഴും ഉമ്മയുണ്ടായിരുന്നെങ്കിൽ ഉമ്മയായിരുന്നു ഏറ്റവും വലിയ അർജന്റീന ആരാധിക. അപ്പം 100%. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 86 ലോകകപ്പിന് വന്നിട്ടേ ഇവിടുന്ന് ആൾക്കാരൊക്കെ വന്ന് ഒരു ആഘോഷമായിരുന്നു. ഉമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം 2 മണിക്ക് 3 മണിക്കാണ് ആക്കാനുള്ള കളി നടക്കുക. അപ്പം ഇവിടെ വന്ന ആൾക്കാർ വന്ന് ഇരുന്ന് ഈ ജനലിൻ്റെ ഉള്ളിൽ വരെ ആൾ ഫുള്ളായിട്ട് നടുത്ത റൂമൊക്കെ ഫുള്ളായിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇങ്ങനെ നോക്കി നിൻ്റെയൊക്കെ കളി കാണുന്നത്. അറിയുമ്പോൾ എന്നിട്ട് പറയും അവർക്ക് ഇരിക്കാനുണ്ടെങ്കിൽ വായത് ഇട്ടോടുക്കി ഇതോടുക്കുള്ള കസാരയും പായൊക്കെ വിരിച്ചിട്ടുണ്ടാവും. എന്നാലും മതിയാവില്ല, അത്രയും ആളുണ്ടായിരുന്നു. ഉമ്മർക്കയുടെ മക്കളെ ഈ ജനിച്ചപ്പോൾ മുതൽ ഇതിങ്ങനെ കാണുന്നുണ്ടല്ലോ. അപ്പം എന്താണ്, നിങ്ങളും പണ്ടേ അർജന്റീന തന്നെ ആയിരുന്നു? ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ബ്രസീൽ ഫാൻ ആയാൽ കൊള്ളാമായിരുന്നു തോന്നിയിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. ഒരു ടീമിനും സ്ഥാനമില്ല, ഇവിടെ അർജന്റീന മാത്രം. ആണോ? ഇവിടെ ഒരു ചിത്രകാരിയുണ്ട്, നമ്മുടെ മെസ്സിയുടെ ഒരു ചിത്രമൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട്. എത്ര സമയം എടുത്തു ആ ചിത്രം വരച്ചു തീർക്കാൻ? 5 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ തവണയും കഴിഞ്ഞ തവണ ഇതേപോലെ വരച്ചിരുന്നോ? ഇല്ല, ഇതാദ്യമായിട്ട് വരയ്ക്കുന്നത്. ഭർത്താവ് ഇങ്ങനെ ഒരു അർജന്റീന ഫാൻ ആയതിലെ എന്തെങ്കിലും എല്ലാ കൊല്ലവും കാണുന്നു 4 കൊല്ലം എന്തിനാ ഇങ്ങനെ ഈ വീട് ഇങ്ങനെ പിന്നെയും പിന്നെയും നീല തന്നെ അടിക്കുന്ന വേറെ കളറുകളുണ്ടല്ലോ, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, ഇതൊക്കെ ചോദിച്ചില്ലേ? ഇല്ല, അതൊന്നും ചോദിച്ചില്ല. ഇതിനോടുള്ള ഇഷ്ടമാണല്ലോ, അപ്പൊ പിന്നെ അതിനെല്ലാം സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഇത്രയും അർജന്റീന അപ്പം ഉമ്മർക്കയുടെ ചേട്ടനും ഉമ്മർക്കയുടെ വൈഫും ഉമ്മർക്കയുടെ മക്കളും എല്ലാവരും അർജന്റീന ആരാധകനാണ്. ഞാൻ ഒന്നും കൂടെ പറയാം, ഞാൻ അർജന്റീന ആരാധകനാണ് കേട്ടോ. അതുകൊണ്ട് എനിക്കൊരു പ്രത്യേക സ്നേഹം. അപ്പൊ എന്തായാലും നമുക്ക് നീട്ടിയൊരു ഹോയ് വിളിക്കാം. വാമോസ് അർജന്റീന! ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.